ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീഷ്മാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. ഇന്നും വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. രാത്രി നമുക്ക് പൂരിയാണ് ഉണ്ടാക്കുന്നത്. മക്കൾ കുറേ ദിവസമായി നമുക്ക് പൂരി ഉണ്ടാക്കണം എന്ന് പറയണം. എണ്ണ കുറവായതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എണ്ണ ആട്ടിയൊക്കെ കൊടുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കുകയാണ്. പിന്നെ ഗോതമ്പ് പൊടി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടിയാണ്. റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് പൊടി കിട്ടാറുണ്ടായിരുന്നില്ല. ഇപ്പം 2 മാസമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയും എണ്ണയും ആവശ്യത്തിനുള്ള എല്ലാതും ഉണ്ട്. അപ്പം എന്നാൽ നമ്മൾ പൂരിയും സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ അതാണ്. അപ്പോൾ അത് ഉണ്ടാക്കണത് എങ്ങനെ നോക്കാം. ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മൈദ കൂട്ടിയിട്ടുണ്ട്. പിന്നെ റവയാണ്. പിന്നെ ഉപ്പിട്ടു, വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് കുഴച്ചതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കും. അതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് മാറ്റി വെച്ചു. അപ്പോഴേക്കും വിളക്ക് വയ്ക്കാനുള്ള ടൈമായി. അമ്മ വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അബി മീനുകൾക്കൊക്കെ തീറ്റ ഇട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അവൻ്റെ കൂടെ പോയി അതൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി നിന്നു. അന്ന് നമ്മൾ ആമ്പലും മീനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുളമാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ആമ്പലൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മീൻ ചെറിയ ചെറിയ കുട്ടികളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ സ്റ്റൂ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. കിഴങ്ങും സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ചു. സ്റ്റൂ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കിഴങ്ങ് മാത്രം ആദ്യം ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പുറത്തുള്ള അടുപ്പാണ് കത്തിച്ചിട്ടുള്ളത്. കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കുറച്ച് ഉഴുന്നിട്ടു. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മുടെ കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് സവാള വഴറ്റിയപ്പോൾ കുറച്ച് സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് അതിലിട്ടു. കിഴങ്ങ് വേവിച്ചപ്പോൾ കിഴങ്ങിക്ക് ആവശ്യമായ ഉപ്പ് അതിലും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ കറി റെഡിയാക്കി മാറ്റി വെച്ചു. തൊട്ടടുത്ത അമ്പലത്തിൽ താലപ്പൊലിയാണ്. അപ്പോൾ അല്ലൂനെയും ആദൂനെയും കൊണ്ട് ശുഭേട്ടൻ പോയിട്ടുണ്ട്. അബി പോയിട്ടുണ്ടായിരുന്നില്ല, അവനിന്ന് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ലേറ്റായി. പിന്നെ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അവൻ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. അല്ലും ആദൂനെയും ഇവിടെ കൊടുന്നാക്കിയാണ്ട് ശുഭേട്ടൻ പിന്നെയും പോയിട്ടുണ്ട്. അവിടെ നിന്ന് വന്നേക്ക് തന്നെ 2 പേരും വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാശി കാണിക്കുന്നു. ആദൂന് പിന്നെ ചോറ് എടുത്ത് കൊടുത്തപ്പോൾ അവൻ ഒറ്റയ്ക്ക് കഴിച്ചു. അല്ലുവിന് പിന്നെ വേണ്ട, എനിക്ക് ചോറ് വേണ്ട, ഇനി പൂരി മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് താലപ്പൊലീൻ്റെ അവിടെ നിന്ന് വെടിക്കെട്ടിൻ്റെ ശബ്ദം കേട്ടത്. അപ്പോൾ വേഗം അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു. അതിൻ്റെ വീഡിയോസാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. വെടിക്കെട്ട് നോക്കി നിന്നാണ്ട് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. പിന്നെ കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പൂരിയൊക്കെ ഉണ്ടാക്കി.
മുഴുവനായിട്ടും ഉണ്ടാക്കി പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഏട്ടന്മാർ കഴിക്കുന്നുണ്ടപ്പോൾ പിന്നെ അവനും വേഗം കഴിച്ചു. പിന്നെ ആയത് അച്ഛനും അമ്മയും അവരും കഴിച്ചു. ശുഭേട്ട പിന്നെ എത്താൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. ശുഭേട്ട എത്തിയതിന് ശേഷം ഞങ്ങൾ രണ്ടാളും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോഴേക്കും എല്ലാവരും കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കയറി ഒപ്പം ഇരുന്നിട്ടുണ്ട് ഞങ്ങൾക്കും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.